തൃശൂരിൽ വാടക ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ വ്യാപക പരിശോധന. ഓപ്പറേഷൻ സൈ ഹണ്ട് എന്നു പേരായ പരിശോധന സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ്. വടക്കാഞ്ചേരി, വെള്ളിക്കുളങ്ങര, പഴയന്നൂർ ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ ലിമിറ്റിലും പരിശോധന നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഈ പരിശോധനയുടെ ലക്ഷ്യം എന്താണ്? ഇല്ലാത്ത തരത്തിലുള്ള പുതിയ തരം തട്ടിപ്പ്, അതായത് വലിയ രീതിയിൽ ഹവാല പണം അതല്ലെങ്കിൽ കള്ളപ്പണം ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂത്ര വഴിയാണ് ഈ പറയുന്ന മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. CY എന്ന് ഉദ്ദേശിക്കുന്നത് സൈബർ എന്നാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ CY അക്കൗണ്ടുകൾ അല്ലെ CY ഹണ്ടിന്റെ പേരിൽ സംസ്ഥാന വ്യാപകമായിട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ, സൈബർ സെല്ലിന്റെ നേതൃത്വത്തിലൊക്കെ പരിശോധന നടക്കുകയാണ്. ഒപ്പം തന്നെ ബാങ്ക് മാനേജർമാർ, അതായത് SBI അടക്കമുള്ള പ്രധാനപ്പെട്ട ബാങ്കുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പിന്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട തൊഴിലില്ലാത്ത യുവാക്കളെ അടക്കം കേന്ദ്രീകരിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ എടുപ്പിക്കുക. അതായത് അവരുടെ ആധാർ കാർഡും അവരുടെ തിരിച്ചറിയൽ രേഖകളും അടക്കം ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ എടുപ്പിക്കുക. ആ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യുന്ന നമ്പർ ഇത്തരത്തിൽ ഹവാല പണം ഒഴുക്കുന്നവരുടെ അല്ലെ കള്ളപ്പണം ഒഴുക്കുന്നവരുടെ നമ്പർ ആയിരിക്കും കൊടുക്കുക. ഇത്തരത്തിലെ ഈ പണം, അതായത് ഒരാൾക്ക് 1 കോടി രൂപ കൈമാറണമെങ്കിൽ 4 പേരുടെ അക്കൗണ്ട് വഴി 25 ലക്ഷം വീതം 4 പേരുടെ അക്കൗണ്ടുകളിലൂടെ ആർക്കാണോ കൈമാറേണ്ടത് അവരുടെ കയ്യിലേക്ക് എത്തിക്കുന്ന തരമുള്ള തട്ടിപ്പുകളാണ്. അത്തരത്തിൽ ഈ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് ഏത് വ്യക്തിയാണോ, ഏത് ചെറുപ്പക്കാരൻ്റെ പേരിലാണോ ഈ അക്കൗണ്ട് ഉള്ളത്, ആ അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുള്ള അല്ലെ അതിനുടമയായിട്ടുള്ള ആൾക്ക് ചെറിയ രീതിയിൽ കമ്മീഷൻ ലഭിക്കും. ഇതാണ് തട്ടിപ്പ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ കോടികൾ ഒഴുക്കി പല ആളുകളുടെ പേരിൽ കോടികൾ ഒഴുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ അക്കൗണ്ടുകൾ എടുത്തിട്ടുള്ള ചെറുപ്പക്കാരുടെ വീടുകളിലേക്കാണ് പോലീസിന്റെ അന്വേഷണം എത്തിയിട്ടുള്ളത്. അതായത് വലിയ രീതിയിൽ GST വെട്ടിപ്പ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വെട്ടിപ്പുകളും വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളും ഇതിന്റെ പിന്നിൽ നടക്കുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ പരാതികൾ കുമിഞ്ഞുകൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിട്ടുള്ളത്. വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറുപ്പക്കാരുടെയൊക്കെ പേരിൽ വാടക അക്കൗണ്ടുകൾ എടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ പണ ഒഴുക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നത്. തൃശ്ശൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ചും ഇത്തരം പരിശോധന വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ സമാഹരിക്കുക. തൃശ്ശൂരിൽ വാടക ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ വ്യാപക പരിശോധന നടക്കുന്നത്. സാനുവാണ് വാർത്തയുടെ റിപ്പോർട്ട് പങ്കുവച്ചത്.